ഹലോ, അമ്മീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്നൊരു പാസ്ത എങ്ങനെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, ഓയിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാസ്ത. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്യുന്നത് പാസ്തകൾ പരസ്പരം കൂട്ടിമുട്ടി വെന്ത് വരുമ്പോൾ ഇരിക്കാതിരിക്കാനായിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ പാസ്ത എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതൊരു കോരിയോട് വാരി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പാസ്ത. അത്യാവശ്യം നല്ല രീതിയിൽ കുക്കാവണം. എനിക്കിതൊരു ടൈമും കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാം ഒരു മനക്കണക്കിൽ ഞാനങ്ങ് ചെയ്യുന്നതാണ്. ഞാനിതിന് മറ്റു ചേരുവകൾ ഒരു സവാള, മീഡിയം ഒരു സവാള ഞാൻ നല്ലതായിട്ട് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് മാഗി ക്യൂബ്സാണ്. ഇതിന് ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ പാക്കറ്റിൽ 2 എണ്ണം ഉണ്ട്, 2 ക്യൂബ്സ് ഉണ്ട്. ആ 2 ഞാൻ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കപ്പ് പാല് നമുക്ക് വേണം. ചീസ് നമുക്ക് വേണം. ചീസ് ഞാനൊരു 4 ചീസ് എടുക്കുന്നുണ്ട്. കാരണം ഇത്തിരി ഒരു ജ്യൂസി ആയിട്ട് ഇച്ചിരി കുറുകിയിരിക്കുന്നത്, ക്രീമി ആയിട്ടിരിക്കുന്നത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് 4 ചീസ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് സവോള. ഞാൻ ഒരു ചെറിയ ബ്രൗണിഷ് നിറം, ഇതാണ് കുക്കിംഗ് പാകം അതിൻ്റെ. അതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മെൽറ്റായി വരണം. ഞാനൊരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം അതൊന്ന് മെൽറ്റ് ആവട്ടെ. നമുക്കതിലേക്ക് ഒരു 4 ചീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചീസും ഈ മാഗി ക്യൂബ്സും എല്ലാം ഒന്ന് നല്ല രീതിയിൽ മെൽറ്റ് ആവണം. നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പാലും കൂടെ ആഡ് ചെയ്താലോ? നമുക്ക് ആ പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പെട്ടെന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഇപ്പം തന്നെ മെൽറ്റായിട്ടുണ്ട് നമ്മുടെ ചീസ്. മാജിക് ക്യൂബ്സ് ഓൾറെഡി തന്നെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ അവൻ അവിടെ നിന്ന് കിടന്നൊന്ന് പെട്ടെന്ന് മെൽറ്റായി ഒന്ന് കുറച്ച് തിക്കായിട്ട് വരട്ടെ. നമുക്കൊരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ അല്പം പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുരുമുളക് പൊടി ആ സവോള വഴറ്റുന്ന സമയത്ത് ഇടേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് പെട്ടെന്ന് മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അങ്ങനെ എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റും ഫ്ലേവർ കിട്ടും, കടിക്കാനൊക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് ചതച്ചെടുത്തേക്കുന്ന കുരുമുളകാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. പാസ്ത നല്ല രീതിയിൽ വെന്തൊക്കെ ഇരിക്കുന്നതാണ്. നമുക്കവനെ ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യം നല്ലതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല കുറുകി നല്ല ക്രീമി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും പാസ്ത ഇഷ്ടമാണല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷേ എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് പാസ്ത ഉണ്ടാക്കണം എന്നാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും